ഫ്രണ്ട്സ്, ഇന്നൊരു കിച്ചൺ ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കണേ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വെണ്ടയ്ക്കയൊക്കെ കറിക്കൊക്കെ വേണ്ടി വാങ്ങിക്കത്തില്ലേ, അത് കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം അത് മൂത്തൊക്കെ പോകും. നമ്മൾ വെണ്ടയ്ക്ക മൂത്തതാണോ നോക്കാൻ അതിൻ്റെ ഞെട്ടൊന്നിങ്ങനെ ഒടിച്ചിങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ വെണ്ടയ്ക്ക സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ വെണ്ടയ്ക്ക നമുക്ക് കഴുകരുത്. കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക നമ്മൾ കഴുകി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകും. ഈ വെണ്ടയ്ക്കയുടെ ഈ താഴത്തെ ഈ ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ. ഈ മുകളിലത്തെ ആ ഭാഗം കട്ട് ചെയ്യരുത്. താഴത്തെ ആ ഞെട്ട് മാത്രം കട്ട് ചെയ്തതിന് ശേഷം, ഇതിപ്പോൾ ഞാൻ കറി വെക്കാൻ വേണ്ടി എടുക്കണ വെണ്ടയ്ക്ക ആയത് കാരണം ഞാൻ കഴുകിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ഞെട്ട് മൊത്തം കളഞ്ഞതിന് ശേഷം, ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പേപ്പർ എടുക്കണം. പേപ്പറിലേക്ക് ഈ വെണ്ടയ്ക്ക നമുക്ക് വെച്ച് പൊതിഞ്ഞ് നല്ലതുപോലെ പൊതിഞ്ഞതിന് ശേഷം ഒരു കവറിലോ അല്ലെങ്കിൽ ടിന്നിലോ ആക്കി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു 2 ആഴ്ചത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ മൂത്തൊന്നും പോകത്തില്ല. നമുക്ക് സാമ്പാറിനോ അല്ലെങ്കിൽ തോരൻ വെക്കാനോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.